ഇങ്ങനെ ആഡംബര സാധനങ്ങൾ വാങ്ങി കാശ് കളയുമ്പോഴേ അവനോട് ഒരു കാര്യം ഓർക്കാൻ പറയണം. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ണിമോന്റെ അധ്വാനം കൂടിയാണെന്ന്. അവൻ ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലെന്ന് വിചാരിച്ച് നടന്നതാ. ഇപ്പൊ കാഴ്ചക്ക് കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടി. അവളാണെങ്കിലോ ഏത് നിമിഷവും ചാടിപ്പോകുന്ന രീതി നിൽക്കുക. അവനൊരു സഹായത്തിന് ഒരുത്തി ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഉണ്ണിയുടെയും കണ്ണന്റെയും കല്യാണം കഴിച്ചതുകൊണ്ട് ഇനി പഴയ രീതി ഒന്നും വേണ്ടതാ ഞാൻ പറഞ്ഞത്. അയ്യോ, അത് സാറ് കണ്ണൻ സാറിനോടും ഉണ്ണി സാറിനോടും പറയുന്നതായിരിക്കും നല്ലത്. നിന്നോട് പറഞ്ഞാലെന്താ? നീ എവിടെ നിന്നേ? നീ ഇത് പോയി പറയില്ലേ? അതോ അത് പറയാൻ നേരത്തെ നിന്റെ വായിക്കാത്ത ആരെങ്കിലും തുണി കുത്തി കയറ്റുവോ? കമലേശ്വരത്തെ ജോലിക്കാർക്ക് പോലും അനുസരണയില്ല. അങ്ങനെയാക്കി മാറ്റി കണ്ണൻ മുതലാളി. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അമ്മേ. സ്വർണം കൊണ്ട് തന്നില്ല, അപ്പോഴേക്കും കഴുത്തിലിട്ടോണ്ട് വന്നിരിക്കോ ബാക്കിയുള്ളവരെ കാണിക്കാൻ. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി കഴുത്തിലിട്ടതല്ല. കണ്ണേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞു ഈ ആഭരണം കഴുത്തിലിട്ട് കാണണം. എന്നാ പിന്നെ പുറത്തിറങ്ങി റോഡിലൂടെ നടക്കടി. അയൽക്കാരും റോഡിലൂടെ പോകുന്നവരും കാണട്ടെ. ഇവളുടെ അമ്മയുടെ അറിവോടെ ആയിരിക്കും അവൻ വന്നത്. ദേ, എന്നെ എന്ത് വേണേലും പറഞ്ഞു മഞ്ജു, പക്ഷെ എന്റെ അമ്മയൊന്നും പറയരുത്. നിന്റെ അമ്മയെ തന്നെയാ പറയേണ്ടത്. അവൾ ഒറ്റ ഒരുത്തിയാ നിന്നെ നശിപ്പിച്ചതെന്ന് നിന്റെ അച്ഛനും മുത്തശ്ശിയും കരുണമോളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തു വിട്ടിരിക്കുക കണ്ണൻ. മോളുടെ അച്ഛന് പോലും അത്രയും നല്ലൊരു ഫോണില്ല. ഓഹോ, അതിനിടയ്ക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായോ? എന്നോട് പറഞ്ഞില്ല കേട്ടോ. അവളൊരു മൊബൈലും പുതിയ മൊബൈലാ. അതുകൊണ്ടാ ഞാൻ എറിഞ്ഞു പൊട്ടിക്കാത്തത്. അതും അവൻ വാങ്ങിച്ചു തന്നോണ്ട് മാത്രം. അല്ലെങ്കിലേ ഇങ്ങനൊരു ഫോട്ടോയും കൊണ്ട് പൂത്തുലഞ്ഞ മനസ്സുമായിട്ട് വന്നാലേ നിന്റെ ഈ മൊബൈലുണ്ടല്ലോ അത് ഞാൻ താഴെയിട്ട് ചവിട്ടി 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 പൊടിച്ചേ. മോളുടെ അമ്മയ്ക്ക് അവിടുന്ന് ഒരുത്തൻ വില കൂടിയ ഒരു ഫോൺ കൊടുത്തയച്ചായിരുന്നു. കുറച്ചു മുമ്പ് വില കൂടിയ ഒരു മൊബൈല് കണ്ണൻ അവന്റെ മാനേജറുടെ കയ്യില് മോഹിനിക്ക് കൊടുത്തു വിട്ടു. അതിന്റെ പിന്നാലെയാ ആ മൊബൈലിലേക്ക് ഈ ഫോട്ടോ വന്നിരിക്കുന്നത്. ഇന്നലെ വരെ പോയ പോലെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കണ്ണനെ നീ വിലക്കണം. നിന്നോട് ചോദിക്കാതെ ഒരു തരി സ്വർണവോ പണവോ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് നീ തറപ്പിച്ച് പറയണം മോനെ. കരുണയുടെ വീട്ടുകാർ എന്നെ കുറ്റപ്പെടുത്തുക. എന്നെ ഒരു കഴിവ് കെട്ടവനായിട്ടാ ഇപ്പൊ അവരെല്ലാം കാണുന്നേ. എടാ, നീ ഒരു കാര്യം ചെയ്യ്. ജ്വല്ലറിയിൽ പോയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയും എടുത്തോണ്ട് വാ. അത് കണ്ണേട്ടനെ അറിയാതെ എടുത്തോണ്ട് വരാൻ പറ്റുമോ? എടാ, അവന്റെ അനിയനല്ലേ നീ? സകല സ്ഥാപനങ്ങളും നീയും കൂടെ അല്ലേ നോക്കുന്നത്? നോട്ടല്ലേ ഉള്ളൂ, അല്ലാതെ അധികാരമൊന്നും ഇല്ലല്ലോ. അധികാരം ഇല്ലെങ്കിലും ഇവിടെ കരുണയിടത്തിന് മുമ്പിലെ മാന്യമായ സ്ഥാനം കിട്ടണമെങ്കിൽ അമ്മ പറഞ്ഞത് ചെയ്തേ പറ്റൂ.